ഈ വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധ ആരാധനയിൽ വചന ശുശ്രൂഷ അനുഗ്രഹിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ഞങ്ങൾ ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹകരമായിരിക്കാനും ദൈവത്തോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം സംസാരിക്കുന്ന അടിയനും കേൾക്കുന്ന അങ്ങയുടെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മടങ്ങിപ്പോകാൻ സഹായിക്കണം. യേശു ക്രിസ്തു മുഖാന്തരം തന്നെ. ആമേൻ. ഇരിക്കുന്നു. നമുക്കിന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് എടുത്ത വേദഭാഗം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. അവളത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. സ്നേഹവും ബഹുമാനമുള്ള സഭാ സെക്രട്ടറി, അപ്പോഴത്തെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ, അതുപോലെ തന്നെ ആലയത്തിലെ സംഘടന ഭാരവാഹികൾ, സംഘടനയിലുള്ളവർ, മനോഹരമായ പാട്ടുപാടുന്ന ഗായക സംഘം, കപ്പ്യാർ, മറ്റത് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നിവിടെ ഞാൻ വരണമെന്ന് പറഞ്ഞത് ദൈവ നിയോഗമുണ്ട്. ഇന്ന് മറ്റൊരു പള്ളിയിലാണ് ഞാൻ പോകാനായിട്ട് വിചാരിച്ചിരുന്നത്. ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകൾക്കെല്ലാം കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം. ഇവിടെ ഞാൻ ചീനിവിള പ്രസംഗിക്കാരോടൊപ്പം 1-2 വൈകുന്നേരമുള്ള ആരാധനകളുടെ വന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വളരെ മുമ്പ് പ്രസംഗിക്കാരോടൊപ്പം ഇവിടെ വന്നു വചനം സംസാരിച്ചു എന്ന് എനിക്കറിഞ്ഞില്ല. ഇവിടെ വന്നു. പകലിലുള്ള ആരാധനയ്ക്കൊന്നും ഇവിടെ കടന്നു വന്നിട്ടില്ല. പലരും എന്നെ നോക്കുകയാണ്, ആരാണ്, എന്താണ്. എൻ്റെ മകളും കുടുംബമാണ് ഇവിടെ പള്ളിയുടെ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ഇവിടെ നൽകിയ ഓർമ്മിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം ശ്രദ്ധിക്കുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകാത്ത ചില അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നു. എല്ലാ കൊച്ചുമക്കളും ഇങ്ങോട്ട് നോക്കിയിരിക്കണം, എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കണം കേട്ടോ. ഇവിടെ ഒരാളെ കളിച്ചുകൊണ്ടിരുന്നു, എല്ലാം ഇങ്ങോട്ട് നോക്കിയിരിക്കണം. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കൊച്ചുമക്കളാണ് മറുപടി പറയേണ്ടത്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് ഞാനൊരു സമ്മാനം തരും, ഒരു മുട്ടുസൂചി. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുന്നതാണ്. ദൈവം തമ്പുരാൻ എനിക്ക് ദൈവത്തിൻ്റെ നിയോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 17-ാമത്തെ വയസ്സിൽ ഞാനൊരു അധ്യാപകനായി 35 വർഷം അധ്യാപകനായിട്ട് ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവാവസരം തന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 17-ാമത്തെ വയസ്സിൽ ആർക്കെങ്കിലും ജോലി കിട്ടുമോ? ജോലി കിട്ടുകയില്ല. LMS സ്കൂളിൽ വന്ന് എനിക്ക് 17-ാമത്തെ വയസ്സിൽ ഞാൻ അധ്യാപകനായിട്ട് പ്രവേശിച്ചു. 35 വർഷത്തോളം ദൈവം എനിക്ക് തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം എന്ന് ഞാൻ കണക്കാക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ദൈവം ചെയ്ത നന്മ എന്ന് പറയുന്നത്, ആ സമയം മുതൽ ഞാനൊരു സഭ ശുശ്രൂഷകനായി തീർന്നു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്ത് ആരും വരികയില്ല. എന്നാലും ഒരു 5 വർഷം 7 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് വീട്ടിലൊക്കെ പോകും. പക്ഷെ ദൈവം തമ്പുരാൻ എന്നെ വിട്ടില്ല. നെല്ലിക്കാമല മുതൽ ഏതെല്ലാം ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തെന്ന് എനിക്കറിയില്ല. 50 വർഷക്കാലം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു. പോയ ഭാഗങ്ങളെല്ലാം പള്ളി വയ്ക്കാനായിട്ടുള്ള ഒരു ദൗത്യം എനിക്ക് തന്നു. പലയിടത്തും പോയി ഡോർ കളക്ഷൻ സ്വീകരിക്കാൻ എൻ്റെ കൂടെ വരുന്ന സഭാ സെക്രട്ടറിക്കോ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര നാണക്കേട്.
പള്ളി വെച്ചിട്ടുള്ളത്. അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിലും 50 വർഷത്തിനിടയിൽ ഏതെല്ലാം ആളുകൾ ശുശ്രൂഷ ചെയ്തോ അവിടെയെല്ലാം പള്ളി വെക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യവും ദൈവം എനിക്ക് തന്നു. മൂന്നാമതായിട്ട് ദൈവം എനിക്ക് തന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, അന്ന് ഞാൻ ചീനോട് പ്രസംഗിക്കാനോടൊപ്പം രാപ്പകലില്ലാതെ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗ്യവും ദൈവം എനിക്ക് തന്നു. ഞാൻ ഇട്ടിട്ട് പോയില്ല. രാവിലെ 8 മണിക്ക് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്താൽ രാത്രി 10 മണിയൊക്കെ ആവും വീട്ടിലെത്താനായിട്ട്. അന്ന് ലാസ്റ്റ് ബസ് നോക്കിയൊക്കെയാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെയുള്ള ഒരു കാലം വർഷങ്ങളോളം ഞാൻ പ്രസംഗിക്കാനായിട്ട് ഏതെല്ലാം ഭാഗങ്ങളിൽ പോയി എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്തു, അതെല്ലാം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച ആ ശുശ്രൂഷകൾ എനിക്ക് ഞാൻ പോയി പകൽക്കാലമാണ് പോയി അവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. നെടുമങ്ങാടൊക്കെ പോകും, അവിടെ പോയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷ ഓർമ്മിച്ച് നിങ്ങൾ കുറേക്കാലെ പ്രാർത്ഥിക്കുക. ദൈവം കൂടുതലായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ ഞാൻ പഴയ നിയമത്തിലുള്ള ഒരു ഭാഗമാണ്, ഏതെങ്കിലും ഒരു ഭാഗം ആണ് ഞാൻ പ്രസംഗത്തിനായിട്ട് എടുക്കുന്നത്. കാരണം ഇന്ന് പഴയ നിയമം ആരും വായിക്കാറില്ല. ബൈബിൾ വായിക്കുന്നതിന് ചുരുക്കം. പിന്നെ പഴയ നിയമം ആരെങ്കിലും വായിക്കാറില്ല. അതിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ സാധാരണ പ്രസംഗിച്ച് കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്നെ ശുശ്രൂഷയുടെ ഓർമ്മിച്ച് പ്രത്യേക പ്രാർത്ഥിക്കുക. ദൈവം മുതലായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്രയം യേശുവിൽ കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തമ്പുരാന്റെ വിശ്വസ്തത തൻ്റെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴില്ലയോ? ഇപ്പോഴുണ്ട്. ദൈവം അന്ന് കൊടുത്തതായ കൽപ്പന, നീ കാലി ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്ക് തരും, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരും. പക്ഷേ ഒരു കാര്യം മാത്രം, നീ എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നെ മാത്രമേ വണങ്ങാവൂ. നീ ഒരു കാരണവശാലും അന്യദൈവങ്ങളുടെ അടുക്കൽ പോകരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയും അതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. അതുമാത്രമാണ് ദൈവം നമ്മളോട് ആലോചന തരുന്നത്. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിലേക്ക് പാർക്കുവാനായിട്ട് പോയി. അന്ന് ഏതാണ്ട് 70 പേരാണ് മിസ്രൈമിൽ താമസിക്കുവാനായിട്ട് പോയത്. ജോസഫിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ചെന്നതായ സമയത്ത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനങ്ങളെ ദൈവം വംശവർദ്ധനവ് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു.
കാരണം അന്ന് ഭൂമിയൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, പക്ഷേ ജനങ്ങൾ കുറവാണ്. ഈ ദൈവം ഈ ജനത്തെ സ്നേഹിച്ച് അവർക്ക് ആവശ്യമായ നന്മകളെ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. ഈ ജനം പെരുകി വന്നപ്പോൾ അന്നത്തെ ചക്രവർത്തിയായ ഫറവോൻ ചിന്തിച്ചു, ഈ ജനം ഇങ്ങനെ പെരുകി വന്നാൽ ഒരു സമയമാകുമ്പോൾ നമ്മയെല്ലാം അടിച്ചു കളഞ്ഞിട്ട് ഈ രാജ്യത്തിലെ ഭരണം വരെ അവർ പിടിക്കും. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയായിട്ട് ഇടപെടണം. മക്കളെ, അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഇസ്രായേൽ ജനങ്ങൾക്ക് കഠിനമായ ജോലി കൊടുത്തു. കഠിനമായ ജോലി എന്ന് പറഞ്ഞാൽ രാപ്പകലില്ലാതെ ജോലി ചെയ്യണം. അതിനുള്ള ശമ്പളങ്ങളോ ഒന്നുമില്ല, ഭക്ഷണത്തിന് പോലും തികയില്ല. അങ്ങനെ ഇവരെ വംശം നശിപ്പിക്കുവാനായിട്ട് ഈ ഫറവോൻ ചക്രവർത്തി ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കഷ്ടപ്പെടുത്താം, പ്രയാസങ്ങൾ വരുത്താം, ആ ജാതികളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇവരിങ്ങനെ പെരുകി. അപ്പോൾ രണ്ടാമതായിട്ട് ഇദ്ദേഹം ചെയ്ത കാര്യം, 2 സൂതി കർമ്മിണികളെ ഏൽപ്പിച്ചു. സിപ്ര എന്നും പൂവ എന്നും പറയുന്ന 2 സൂതി കർമ്മിണികൾ. ഇവരുടെ ജോലി എന്താണ്? ഇവരുടെ ജോലി എബ്രായ സ്ത്രീകൾ, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ആ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് പ്രസവ സംബന്ധ ശുശ്രൂഷ ഇവർ ചെയ്യണം. രാജാവ് പറഞ്ഞു, അവർ പ്രസവിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ അതിനെ അപ്പോൾ തന്നെ കൊന്നുകളയാം. ആരും അറിയില്ലല്ലോ പ്രസവിച്ചോടെ. ഒന്ന് ചിന്തിക്കണം, ഒരമ്മ എത്രയോ കാലം കാത്തിരുന്നതിന് ശേഷമാണ് ചിലപ്പോൾ ഒരു ആൺകുഞ്ഞിനെ കിട്ടുന്നത്. കിട്ടിയാൽ അതിന് വളർത്താൻ കഴിയുകയില്ല. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ ചെയ്യാം, ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം. അപ്പോൾ ഈ സിപ്ര എന്നും പൂവ എന്നും പറയുന്ന 2 സൂതി കർമ്മിണികൾ അവർ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ രാജാവ് വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് കൊട്ടാരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? അമ്മമാരുടെ കണ്ണീർ കാണാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവർ പ്രകാരം ചെയ്യാത്തത്. അപ്പോൾ പറഞ്ഞു, തിരുമേനി, ഞാൻ ഈ എബ്രായ സ്ത്രീകൾ നല്ല തുറവുള്ളവരാണ്. പ്രസവിക്കുന്ന സമയം നിശ്ചയിച്ചാലും അതിനു മുമ്പായിട്ട് അവർ പ്രസവിച്ചിരിക്കും. പിന്നീട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ സ്ത്രീകളും മറ്റുമൊക്കെ നിൽക്കും. ആ ഭാഗത്ത് ഞങ്ങൾക്ക് ചെന്ന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് മാറി. ദൈവം അവർക്ക് വംശവർദ്ധനവ് ഈ സ്ത്രീകൾക്ക് കൊടുത്തു. 2 കാര്യങ്ങൾ പരാജയപ്പെട്ടു. മൂന്നാമതായിട്ട് രാജാവ് കൽപ്പിച്ചു. എന്താണെന്ന് അറിയാമോ? ഈ എബ്രായ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ ഉടനെ സമീപത്തുള്ള നൈൽ നദിയിലെ ഇട്ടുകളയണം. നോക്കണം, അമ്മ എത്ര കാലം കാത്തിരുന്ന ഒരു ആൺകുഞ്ഞിനെ കിട്ടുന്നത്. ആ കിട്ടിയാൽ ആ പ്രസവിച്ചിരിക്കുന്ന ആ പൂപോലത്തതായ കുഞ്ഞിനെ ഈ നദിയിൽ ഇടുമ്പോൾ കൂറ്റൻ മത്സ്യങ്ങൾ വന്ന് അത് ഒരു കൊത്തോടെ അതിൻ്റെ വയറ്റിൽ പോകും. അതൊക്കെ നശിച്ചു പോയി. എത്രയോ പേർക്ക് അമ്മമാർക്ക് മക്കളില്ല. എത്രയോ അമ്മമാർക്ക് മക്കളില്ല. പ്രസവിച്ചോടെ ആൺകുഞ്ഞിനെ മക്കളിടണം. അതല്ലെങ്കിൽ രാജാവ് അത് ചെയ്തില്ലെങ്കിൽ രാജാവിൻ്റെ പട്ടാളക്കാർ വരും. ഇവരെ കുഞ്ഞിനെ അവരുടെ മുമ്പിൽ വെച്ച് പിടിച്ചു വാങ്ങി കഷ്ടമായിട്ട് വെട്ടും. ഇവരെ ഉപദ്രവിക്കുകയും ചെയ്യും. ആ ഭാഗത്തിലെ അതിലൂടെ അനേക അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു. മക്കളില്ലാത്ത അമ്മമാരെ കൊണ്ട് നിറയുന്ന ഒരനുഭവം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ലേവ്യ കുടുംബത്തിലുള്ള ഒരു ലേവ്യ സഹോദരൻ ഒരു ലേവ്യ കന്യകയെ കല്യാണം കഴിച്ചു. അവർക്ക്
രണ്ടാമത് ഒരു പെൺകുഞ്ഞ്, മൂന്നാമത് ഇവർ ഗർഭിണിയായി തീർന്നു. അപ്പോഴേ ആ ഭാഗത്തെ അമ്മയ്ക്ക് മനസ്സിൽ തീ ഇപ്പോൾ ഒരാളും എനിക്ക് വേണം, അവനെ വളർത്തണം. പക്ഷെ എങ്ങനെ വളർത്താൻ കഴിയുകയില്ല. എങ്കിലും അമ്മ വിചാരിച്ചു ആൺകുഞ്ഞിനെ വിട്ടട്ടെ എന്നവർ ദൈവത്തോട് പറഞ്ഞു. ദൈവങ്ങളെ, ആ ഭാഗത്തിലെ അമ്മ പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. നമുക്ക് അമ്മയുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്ക്. നല്ല സുന്ദരനായ ഒരു കുഞ്ഞ് അതിൻ്റെ മുഖത്ത് നോക്കിയാൽ കണ്ണെടുക്കാൻ കഴിയുകയില്ല. അമ്മ ചിന്തിച്ചു, ഇവരുടെ ചിരി എനിക്ക് കാണണം, ഇവരുടെ കാഴ്ചകൾ എനിക്ക് കേൾക്കണം, അവനെ കൊച്ചിക്കണം. അത് മാത്രമല്ല, അവന് പാല് കൊടുത്ത് വളർത്തണം. അമ്മ ചിന്തിച്ചു. അമ്മ രഹസ്യമായിട്ട് ഈ കുഞ്ഞിനെ വളർത്തി. എത്ര മാസം? 3 മാസം വളർത്തി. അപ്പോഴമ്മ മനസ്സിലാക്കി, ഇനി അവനെ ഒച്ചയ്ക്കാൻ കഴിയുകയില്ല. കാരണം ഇവൻ്റെ ശബ്ദം കുറച്ചാവും, ഇവൻ ചിരിക്കുന്നത് കുറച്ചാവും, അവൻ കരയുന്നത് കുറയ്ക്കാവും. അതുകൊണ്ട് ഇനി വച്ചിരുന്നാൽ അപകടമാണ്. എന്തായാലും കുഞ്ഞിനെ നമ്മൾ 3 മാസം അതിനെ വളർത്തിയല്ലോ, കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടല്ലോ, കുഞ്ഞിൻ്റെ കണ്ണുനീർ കണ്ടല്ലോ, കുഞ്ഞിനെ ലാളിച്ചല്ലോ, പാല് കൊടുത്തല്ലോ. അത് മതി എന്തായാലും ഇവനെ നമുക്ക് വളർത്താനായിട്ട് കിട്ടുകയില്ല. അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഞാന പെട്ടകം വാങ്ങി, അതിന് കീഴും പശയൊക്കെ തേച്ചു, അങ്ങനെ അടപ്പുമൊക്കെ ശരിയാക്കി. ഒരു ദിവസം രാവിലെ അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ചു, അവന് വസ്ത്രം ധരിപ്പിച്ചു, അവന് കുഞ്ഞിനെ മടിയിൽ വെച്ച് അമ്മ പാല് കൊടുത്തപ്പോൾ ആ രാവിലെ കുളിച്ചതുകൊണ്ടൊക്കെ സുഖമായിട്ട് ഉറങ്ങി. അമ്മ ഉറങ്ങിയിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഈ പെട്ടകത്തിൽ വെച്ചു, മൂടികൊണ്ട് അടച്ചു. മൂത്ത കുഞ്ഞിനെ വിളിച്ചു, മോനെ, നീ പെട്ടകം കൊണ്ടിരുന്ന് നൈൽ നദിയുടെ കരയിലുള്ള ആ ഞാങ്ങനയുടെ ഇടയിൽ വെച്ച് ഇനി ഒരിക്കലും നമ്മുടെ കൂട്ടം തിരിച്ചു വരികയില്ല. കാരണം ഈ പെട്ടകം അവിടെ വയ്ക്കുമ്പോൾ മറ്റുള്ള ദുഷ്ടമൃഗങ്ങളുണ്ട്, അവരെല്ലാം ഇങ്ങോട്ട് വരും. അവർ വന്ന് ഇതിനെ കടിച്ച് അവർക്കറിയാം ഇങ്ങനെയുള്ള പെട്ടകം പലതും അവിടെ കൊണ്ടുവന്ന് വയ്ക്കുവാണ്. അതല്ലാതെ അവർക്കറിയാം നല്ല തുടുതുടുത്ത ഒരു കുഞ്ഞ് അതിനകത്ത് ഉണ്ടാകും എന്ന് അവർ ദുഷ്ടമൃഗങ്ങൾക്കറിയാം. അവരതിനെ അപ്പോഴും തന്നെ അതിനെ ആഹാരമാക്കും. അതല്ലെങ്കിൽ കൂറ്റ സർപ്പങ്ങളുണ്ട്, അതിങ്ങനെ വന്ന് ഒറ്റ കടിയോടെ അതിനെ അകത്താക്കും. അങ്ങനെയുള്ള വലിയ ആ സർപ്പങ്ങളുള്ള ഞാനയുടെ ഇടയിൽ അതിനടുത്താണ് ഇവരുടെ വീട്. എന്തായാലും നമ്മുടെ ഈ കുഞ്ഞ് തിരികെ വരികയില്ല. അമ്മ കണ്ണീരോടെ ഈ പെട്ടകെടുത്ത് മൂത്ത കുഞ്ഞിനെ ഏൽപ്പിച്ചു. മൂത്ത കുഞ്ഞ് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിട്ടിട്ട് വീഴുകയാണ്. ഇനി ഈ കുഞ്ഞിനെ തൻ്റെ പൊന്നു സഹോദരനെ കാണാനായിട്ട് കഴിയുമോ? കാണാനായിട്ട് കഴിയുകയില്ല. അവസാനമായിട്ടാണ് അവിടെ കുഞ്ഞിനെ കണ്ട് പെട്ടകം അടച്ചത്. കുഞ്ഞൊന്നും അറിയുന്നില്ല, ഉറങ്ങിയിരിക്കുക. കണ്ണുനീരോടെ കൊണ്ടുവന്ന് ഈ ഞാങ്ങനയുടെ ഇടയിൽ ഈ പെട്ടകം കൊണ്ടുവന്ന് വെച്ചിട്ട് തൊട്ട് പറയുള്ള ഒരു മരത്തിൽ ഇവർ മറഞ്ഞു നിൽക്കുക. ആരും കാണാൻ പാടില്ല. മറഞ്ഞു നിന്ന് അവിടെ അങ്ങനെ കരയുക. ഉറക്കെ കരയാൻ പറ്റുമോ? കരയാൻ നിൽക്കുകയില്ല. രാജാവിൻ്റെ ചെവിയിൽ അറിയുകയാണെങ്കിൽ അത് വലിയ കുറ്റമാണ്. അമ്മ വീട്ടിൻ്റെ അവിടെയുള്ള ആ ജനൽ തുറന്ന് അവിടെ കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇച്ഛിച്ച് വീടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നുമകൻ ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരികയില്ല. അവൻ നഷ്ടപ്പെടും. ആ ഭാഗത്തിൽ ഇവിടെ ഫറവോൻ രാജാവിൻ്റെ മകള് തോഴിമാരുമായിട്ട്
എന്താ അതിനർത്ഥം? ഈ ലഭിക്കുന്നതായ കുഞ്ഞ് തുടുതുടുത്ത ഒരു ആൺകുഞ്ഞ് അതിലുണ്ടാവുമെന്ന് അവർക്കറിയാം. അനേകം പെട്ടകം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ ആ കിട്ടുന്ന കുഞ്ഞിനെ ഒരുത്തി എടുത്ത് അങ്ങോട്ടെറിഞ്ഞ് മറ്റൊരിടത്ത് ഇങ്ങോട്ടെറിഞ്ഞ് വെള്ളത്തിൽ മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് അങ്ങനെ കുറേ നേരം അതിനെ ഉപദ്രവിച്ച് അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞ് അങ്ങനെ കരിയും മരണപ്പെട്ടു. അങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകിയത്. അതാണ് ചോദിച്ചത്, കുമാരി ഞങ്ങളിത് നോക്കട്ടോ, ചിലപ്പോൾ ഇന്ന് ഒരു പെട്ടകം കിട്ടിയെന്നിരിക്കും. പുതിയ മക്കളെ രാജകുമാരി പറഞ്ഞു ശരി നോക്ക എന്ന് പറഞ്ഞു. അവരിത് നോക്കിയപ്പോൾ ഈ പെട്ടകം കിട്ടി. വളരെ സന്തോഷമാണ്. മൂത്ത കുഞ്ഞ് ആ മരത്തിൻ്റെ അവിടെ അവ നോക്കി നിൽക്കാൻ കഴിഞ്ഞുകൊണ്ട് അവൾക്കറിയാം ഇനി ഈ കുഞ്ഞിൻ്റെ അവസാനം ഈ വെള്ളത്തിൽ കൂടെ തന്നെ അമ്മയോട് നോക്കി. മൃഗങ്ങളോ മറ്റുള്ളോ ഒന്നും അതിനെ എടുത്തില്ല. രാജകുമാരിയുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നത്. ഇവർ ഈ കോഴിമാര് ഈ പെട്ടകം കൊണ്ടിരുന്ന് രാജകുമാരിയുടെ മുമ്പിൽ വെച്ചിട്ട് ആ പെട്ടകം തുറന്നതായ അവസരത്തിൽ ഒക്കെ ദൈവം പ്രവർത്തിക്കുന്ന കാര്യമാണ്. നമ്മൾ വിധിക്കുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആ ഭാഗത്തില് ഈ പെട്ടകം തുറന്നതായ സമയത്ത് ആ കുഞ്ഞ് ഞെട്ടി കണ്ണു തുറന്നപ്പോൾ തൻ്റെ അമ്മയുടെ മുഖമല്ല കണ്ടത്, തൻ്റെ ചേച്ചിയുടെ മുഖമല്ല കണ്ടത്. പിന്നെയോ ഒരു ഭയാനകമായോ വൃക്ഷങ്ങളെല്ലാം മറന്നു നിൽക്കുന്ന ഒരനുഭവമാണ് ആ കുട്ടി കണ്ടത്. അവൻ അലറിക്കരയാൻ തുടങ്ങി. ആ കരച്ചില് രാജകുമാരിയുടെ ഉള്ളിലേക്ക് ചേർന്നു. രാജകുമാരി ഉള്ളിലേക്ക് കരച്ചിൽ ചെന്നു. ആ കരച്ചിൽ കേട്ടപ്പോൾ രാജകുമാരി പറഞ്ഞു, നമുക്ക് അവനെ കൊല്ലണ്ട, ഇവനെ നമുക്ക് കൊല്ലണ്ട, ഇവനെ നമ്മുടെ കുഞ്ഞായിട്ട് എൻ്റെ കുഞ്ഞായിട്ട് ഇവനെ വളർത്തണം. ഇവനെ ഇപ്പോൾ നമുക്ക് കൊല്ലണ്ട എന്ന് പറഞ്ഞു. ഇവനെ പാല് കൊടുത്ത് വളർത്താനായിട്ട് ഒരമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ധാരാളം അമ്മമാരുണ്ടാവും. ഏതെങ്കിലും ഒരു അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ മൂത്ത കുഞ്ഞ് മരത്തിട്ട് വളർത്തുക. അപ്പോൾ കണ്ണുനീരെല്ലാം വേഗം തുടച്ചിട്ട് രാജകുമാരുടെ അടുക്കലേക്ക് പോകണം. രാജകുമാരൻ ചോദിച്ചു, കുഞ്ഞെ നീ പോയി ഈ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്താനുള്ള ഏതെങ്കിലും ഒരു അമ്മയെ വിളിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. ഇവിടെ കാരണം ഈ കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന് അറിവുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു ശരി ഞാൻ വിളിച്ചുകൊണ്ട് വരാം. അവൾ ഓടി തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. അമ്മ കണ്ണുനീരോടായിരിക്കുക. ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിയവർക്ക് ആ സമയത്ത് ഈ കുട്ടിയെന്ന് പറഞ്ഞു, അമ്മ വേഗം കണ്ണീരൊക്കെ തുടങ്ങി. രാജകുമാരൻ ഇടവരെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കുഞ്ഞാണെന്ന് അവരറിയില്ല, അമ്മ വേഗം അവരോടി രാജകുമാരൻ അടുക്കൽ ചെന്നു. രാജകുമാരൻ ചോദിച്ചു, സ്ത്രീയെ നീ ഈ കുഞ്ഞിനെ കൊണ്ടുചെന്ന് എൻ്റെ മകനായിട്ട് വളർത്തണം. അവനല്പം പ്രായമാകുമ്പോൾ രാജകൊട്ടാരത്തിൽ അവനെ കൊണ്ടുവരണം. അപ്പോൾ പറഞ്ഞു ശരി ഞാൻ വളർത്താം. രാജകുമാരിയുടെ മകനായിട്ട് തന്നെ ഞാൻ വളർത്താം. രാജകുമാരി പറഞ്ഞു, ഈ കുഞ്ഞിനെ നിനക്ക് വളർത്തുന്നതിന് രാജകൊട്ടാരത്തിൽ നിന്നും ഞാൻ നിനക്ക് ശമ്പളം തരാം. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ അവരുടെ രാജകൊട്ടാരത്തിൽ നിന്നും ശമ്പളം തരുന്ന ഒരു ദൈവം. ആ കുഞ്ഞിനെ അമ്മ ഏറ്റുവാങ്ങി. ആ രാജകുമാരി കാണാതെ അതിന് 100 ചുംബനം കൊടുത്തിരിക്കാൻ അതിന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദൈവങ്ങളെ, ഇതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ വേദനകളുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ, രോഗങ്ങളുടെയും അവസ്ഥകളിൽ ഏത് പ്രശ്നമായാലും ദൈവത്തിന് മുമ്പിൽ നീ
ഒരു ദൈവം. ഇന്ന് കരച്ചിൽ എവിടെയുണ്ട്? കണ്ണുനീര് എവിടെയുണ്ട്? ഉണ്ടോ? കണ്ണുനീര് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ടോ? ഇല്ല. അതെല്ലാം സീരിയലിന്റെ മുമ്പിൽ എല്ലാം പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരില്ല. ദൈവമക്കളെ, കൊച്ചുമക്കളോട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നിങ്ങൾ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. എന്തായാലും കാരണം നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന നിങ്ങളെ ദൈവം തമ്പുരാൻ സലോമോൻ രാജാവിനോടുള്ള ബുദ്ധി നിങ്ങൾക്ക് തരും. നിങ്ങൾ പഠിച്ച് നിങ്ങൾ എത്രത്തോളം ഉയരത്തിലെത്താമോ ആ ഉയരത്തിലെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. നിന്റെ കരച്ചിലാണ് ഏറ്റവും പ്രധാനം. കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ വരുമ്പോൾ, എല്ലാം പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ കരച്ചിലാണ്. ആ കരച്ചിൽ കേട്ട ദൈവം തമ്പുരാൻ മനസ്സിലായി. മറ്റുള്ളവരുടെ കഷ്ടം കണ്ട് നമുക്ക് ആളുകൾക്ക് മനസ്സലിവുണ്ടോ? ഉണ്ടോ? അംബാനിയുടെ മകന്റെ കല്യാണത്തിന് ഇന്നലെ പത്രത്തിൽ കിടക്കെ 5000 കോടി രൂപ കല്യാണ ചെലവ്. 5000 കോടി രൂപ ആണ് ചെലവിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കി എത്രയെന്നുള്ള കണക്കൊന്നുമില്ല. മറ്റുള്ളവരുടെ കണ്ണുനീര് കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഈ കുഞ്ഞിനെ വളർത്തി അമ്മ ഈ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ മോശ എന്ന് പേരിട്ടു. ഇവനെ ഒന്നുമില്ലാത്ത നമ്മെ ദൈവം ഇതുപോലെ ദൈവമാർഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഒന്നുമില്ലാത്തതായ ഒരനുഭവത്തിൽ, വളരെ കഷ്ടമായ അനുഭവത്തിൽ, എങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാനാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇന്ന് മരണം ഏത് സമയം വരാം. നടന്നത്തെ കാലാവസ്ഥ, പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ കോളറ അത് വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ മഞ്ഞപ്പിത്തം അതും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഏതെല്ലാം പനികളാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് അതിന് കാരണം? നീ ദൈവത്തിൽ നിന്ന് മാറി മാറി പോകുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നമ്മൾ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ, ദൈവത്തിൻ്റെ വേദന ഏതാകട്ടെ അതിനു വേണ്ടിയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. സഭകൾക്ക് സമാധാനമുണ്ടോ? എല്ലാ ഭാഗത്തും പ്രയാസം. കത്തോലിക്ക പള്ളിയിലാണ് ഏറ്റവും നല്ല രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നമല്ല. ഇപ്പോൾ അവിടെയുള്ള ബിഷപ്പിനെ പോലെ പള്ളിക്കാരെ കയറ്റിയില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാ ഭാഗങ്ങളിലും ഇന്ന് പ്രശ്നങ്ങളാണ്. അതിനനുസരിച്ച് ദൈവം മനുഷ്യനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകണം. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം ശുശ്രൂഷ ചെയ്ത ആ പള്ളി നെല്ലിക്കാമല പള്ളിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്നല്ല, ഒരു 45 കൊല്ലത്തിന് മുമ്പ്. അന്ന് എനിക്കൊരു സൈക്കിൾ പോലുമില്ല. പിന്നെയോ അത്രയും ദൂരം നടന്നു പോകണം, നടന്നു വരണം. അതാണ് പറഞ്ഞാൽ ഞാൻ നിൽക്കുകയില്ല. നെല്ലിക്കാമല പള്ളിയിൽ ഞാൻ നടന്നു പോകും, തിരികെ വരും. കഴിക്കാൻ പറ്റുന്നതുകൊണ്ടോ ഒന്നുമില്ല. ഭയങ്കര ദാരിദ്ര്യമുള്ള കാലഘട്ടം. അന്ന് അവിടെയുള്ള ആളുകൾ ഒരു പാവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കുമ്പോഴേ നല്ല മരച്ചിരിയാണ് ചെയ്തത്. നല്ല കാന്താരി മുളക് വെച്ച ചമ്മന്തി. അതിൻ്റെ ടേസ്റ്റ് എന്ത് ടേസ്റ്റ് എന്നറിയാം. അതും കഴിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അതില്ലായിരുന്നെങ്കിൽ ഇവിടെ കടകളുമില്ല, ഒന്നുമില്ല എന്ന കാലഘട്ടം. അത്രയും ദൂരം പട്ടിണി വരണം വീട്ടിൽ. അങ്ങനെ ദൈവവേദനയാണ്. ദൈവവേദന ഇടയ്ക്ക് ഇട്ടിട്ട് പോയില്ല. ദൈവം എന്നെ നിർത്തിയിരുന്നു. ദൈവങ്ങളെ നമ്മൾ ദൈവ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആരെയും പ്രീതിപ്പെടുത്താനല്ല, ആരുടെയും സർട്ടിഫിക്കറ്റിനല്ല. നാം ദൈവത്തിന്
സുവിശേഷം പ്രാർത്ഥന കൂട്ടായ്മയിൽ 5 വർഷക്കാലം ഞങ്ങൾ 40 സഹോദരന്മാരുമായിട്ട് തെരുവിൽ പോകും പ്രസംഗിക്കാൻ. 5 വർഷക്കാലം ഞാൻ പ്രസംഗിച്ചു. എൻ്റെ മെയിൻ പ്രസംഗം ഞാൻ തന്നെയായിരുന്നു. 5 വർഷക്കാലം രാവിലെ 8 മണിക്ക് തുടങ്ങുന്നത് സന്ധ്യ ഇരുട്ട് വീഴുന്നത് വരെ നമ്മൾ കവലകളിൽ പ്രസംഗിക്കും. കള്ളിക്കാട് വന്നിട്ടുണ്ട്, കാപ്പാട് വന്നിട്ടുണ്ട്, പല ഭാഗങ്ങളിലും ഞങ്ങൾ വന്ന് ശുചിത്വ ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ പ്രാപിക്കുക. നാം ദൈവവേല ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നാം യഥാർത്ഥ വാദത്തിന് അപ്പുറമായിട്ട് ദൈവം അവിടെ എത്തിയിരിക്കുന്നു. അതാണ് ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്ക് നിർത്തുകയാണ്. യൂറോപ്പ് രാജ്യത്തിലെ ഒരു ഭയങ്കരമായ തണുപ്പുകാലം. ഇവിടെ മഴയും എല്ലാം ഉണ്ടെങ്കിൽ രാത്രി 2 പേരെ വെച്ചാൽ കിടക്കാൻ പറ്റും. അങ്ങനെയുള്ള തണുപ്പാണ് നമുക്കുള്ളത്. അവിടെ തണുപ്പുകാലം എന്ന് പറയുമ്പോൾ മഞ്ഞുകട്ടകൾ, ഐസ് കട്ടകളെല്ലാം റോഡിലും വീടിൻ്റെ ചുറ്റും വീടിലും എല്ലാ ഭാഗങ്ങളിലും വീടുകളാണ്. അങ്ങനെയുള്ള തണുപ്പ് കാലമാണ് അവിടെ. ഇപ്പോഴും അത് തന്നെയാണ്. ആ തണുപ്പ് കാലത്തിൽ പിന്നെ വളരെയധികം പ്രയാസമാണ് ഉണ്ടാകുന്നത്. ഈ തണുപ്പ് കാലം ഐസ് കട്ടകളൊക്കെ റോഡിൽ വീട് കിടന്ന് പ്രത്യേകമായ ഒരു വണ്ടി വന്ന് അതിനെ അടിച്ചു മാറ്റിയിട്ട് പിന്നീട് വണ്ടികൾക്ക് പോകാൻ കഴിയുകയുള്ളൂ. കൊച്ചുമക്കളെ, ഒരു കഷ്ണം ഐസ് വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇല്ലയോ? ഐസ് വാങ്ങാൻ പൈസ കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഐസ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ 100 പൈസയും കൊടുക്കണം കേട്ടോ. അങ്ങനെയുള്ളതായ ഒരു തണുപ്പ് കാലം. ഇതിനിടയിൽ ശീതക്കാറ്റ് വീശിയാൽ ആ ഭാഗത്തിൽ പിന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ വരുന്ന സമയത്തിൽ പോകുന്ന വഴിക്കുള്ള വീടിൻ്റെ ഡോർ തട്ടി അവർ വന്ന വീട്ടുകാർ വന്ന് കഥവ് തുറക്കും. അവർക്കറിയാം ആളുകൾ ആരോഗ്യമാണ് ഇവിടെ അത് നിൽക്കാൻ വരുന്നത്. ആ കഥവ് തുറന്ന് അവരകത്ത് കയറും, കഥ കടയ്ക്കും. ഇവിടെ ഇതിനകത്ത് ചൂട് കിട്ടാൻ വേണ്ടിയുള്ള സമൂഹവും മറ്റുമൊക്കെ കത്തിച്ചിരിക്കും. അപ്പോൾ തണുപ്പ് മാറി ഇതിനകം ചൂടാണ്. അവർക്ക് ആശ്വാസം കിട്ടും. പിന്നെ ഈ കാറ്റ് തീരുമ്പോൾ ഇവർ ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു തണുപ്പ് കാലം. ഏകദേശം 15 വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ, കീറി പറഞ്ഞ വാസ്തവം, അവൻ മാതാപിതാക്കളില്ല, തലേദിവസം ആഹാരം ഒന്നും കഴിച്ചില്ല. ഇല്ലാത്തത് രാവിലെ അതൊരു ബന്ധു വീട്ടിൽ പോകാനായിട്ട് വന്നതാണ്. വരുന്ന വഴി ആകെ ക്ഷീണം, തളർന്നു വരികയാണ്. വരുന്ന വഴിയിൽ ഭയങ്കരമായ ശീതക്കാറ്റ് വീശി. ആ സമയത്ത് അവൻ ഒരു വാതിൽ വന്ന് തട്ടി. ആ വാതിൽ തുറന്നു. അവിടുത്തെ വീട്ടമ്മ, നല്ല ധനികയായ വീട്ടമ്മ, അവനെ കൈക്ക് പിടിച്ച് അകത്തുകയറ്റി വാതിലടച്ചു. അവനിങ്ങനെ വിടുവിടാ വിറയ്ക്കുകയാണ്. എന്നാലും ആഹാരമില്ല, ക്ഷീണം. ആ ഭാഗത്തിൽ അവനകത്ത് ഉറക്കുന്നതെല്ലാം കണ്ടു. മകനെ, നിനക്ക് എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചു. ഒരു നല്ല വിശപ്പുണ്ട്. അവൻ പറഞ്ഞു, അമ്മ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ? ഒരു ഗ്ലാസ് ചൂടുവെള്ളം. എന്തും കൊടുക്കാനുള്ളതുണ്ട്, എല്ലാ ഭാഗ്യമുള്ള തനികയായ വീട്ടമ്മയെ അവൻ്റെ നാണമേട് ചോദിക്കുക, അമ്മ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ എന്ന് ചോദിച്ചു. അമ്മ വീട്ടിനകത്ത് ചെന്ന് ഒരു വലിയ ഗ്ലാസ് നിറയെ ചൂട് പാല് കൊണ്ടുവന്ന് ഇവന് കൊടുത്തു. ഇവൻ ആർത്തിയോടെ ആ പാല് കുടിച്ചു. അവൻ്റെ ആർത്തി കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, മോനെ ഒരു ഗ്ലാസ് പാല് കൊടുത്ത് തരട്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, മതി എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാറ്റ് നിന്നു. അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ഇവൻ പോവുകയും ചെയ്തു. അതല്ലായിരുന്നെങ്കിൽ അവൻ പോകുന്ന വഴിയിൽ മരവിച്ച് മരിക്കുമായിരുന്നു. തണുപ്പല്ലേ?
ചെയ്യാൻ കഴിയില്ല. ദൈവമക്കളെ, വർഷങ്ങൾ കഴിഞ്ഞു. ഈ അമ്മയുടെ സ്വത്തെല്ലാം തീർന്നു. ഇപ്പോൾ അവർക്ക് രോഗം ബാധിച്ചു. അവർ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടിരുന്നു. അവിടെ വേണ്ടുന്ന ചികിത്സകളെല്ലാം കൊടുത്തു. ഒരു ഓപ്പറേഷൻ വേണമായിരുന്നു, അതും നടന്നു. അപ്പോൾ ഈ വീട്ടമ്മ ഇന്ന് അവർക്ക് വീട്ടിൽ വരാം. സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ ബില്ല് കൊണ്ടുപോകണം, എൻ്റെ കയ്യിൽ കുറച്ച് പണം തരാം, ബാക്കിയുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് അത് സംഘടിച്ച് കൊണ്ടുതരാം. അവിടെ അങ്ങനെയൊക്കെ നടക്കും. ദൈവങ്ങളെ, അപ്പോൾ സിസ്റ്റർ ബില്ലിട്ട് നോക്കി പറഞ്ഞു, അമ്മയുടെ ബില്ല് ഇവിടെ ആരോ അടച്ചിരിക്കുക. ആരാണ് പറഞ്ഞത്? ആരോ അടച്ചു? ആരാണ് എൻ്റെ ബില്ലടക്കാൻ? എനിക്കിവിടെ ബന്ധുക്കളില്ല, എനിക്ക് സ്നേഹിതരില്ല, എനിക്ക് ആരുമില്ല. പിന്നെ ആരാണ് എൻ്റെ ബില്ലടക്കുന്നത്? എനിക്ക് അങ്ങനെ ആരുടെ ഓസൊന്നും വേണ്ട, എൻ്റെ പണം ഞാൻ തരും എന്ന് ഞാൻ ക്ഷോഭിച്ചു. അപ്പോൾ ഞാൻ എനിക്കറിഞ്ഞില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതാ ഡോക്ടറുണ്ട്, പോയി ഒന്ന് കാണാൻ പറഞ്ഞു. അമ്മ ചുറ്റുമാച്ച് ഡോക്ടറെ അടക്കിയത്. ഡോക്ടറെ, എൻ്റെ ബില്ലടച്ചെന്നാണ് ഇവിടെ പറയുന്നത്. എനിക്കിവിടെ ബന്ധുക്കളും സ്നേഹിതരും ആരുമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഞാനിവിടെ തരാം, ബാക്കി ഞാൻ പോയിട്ട് കൊണ്ടുവന്ന് അടയ്ക്കണം. അപ്പോൾ ഡോക്ടർ അമ്മയുടെ മുഖത്ത് നോക്കി, അമ്മ ഈ മുഖത്തേക്ക് നോക്ക്, പരിചയമുണ്ടോ? എനിക്ക് ആരുടെ മുഖം പറഞ്ഞിട്ട് അവിടെ എനിക്ക് ആരുമില്ല. ആരോ ഡോക്ടറിനറിയാം എത്ര. അമ്മ, ഞാനൊരു ദിവസം വിശുദ്ധ ഭയങ്കരമായ തണുപ്പ് സമയത്ത് തീർന്നു പറഞ്ഞ വസ്ത്രമായിട്ട് അമ്മയുടെ അടുക്കൽ വന്നു. ഞാൻ അമ്മയുടെ ഒരു ചൂടുള്ളത്, അമ്മ എനിക്ക് ഒരു വലിയ ഗ്ലാസ് തന്നെ ചൂട് പാല്. ആ പാലാണ് അമ്മ എന്നെ ജീവിപ്പിച്ചത്. അതല്ലാതെ ഞാൻ അങ്ങനെ പോയപ്പോൾ ഇത് കിട്ടാതിരുന്നുവെങ്കിൽ ഞാൻ മറിഞ്ഞു വീണ് മരവിച്ച് മരിക്കുമായിരുന്നു. അമ്മയില്ല, എന്നെ ആരോഗ്യം പഠിപ്പിച്ചു. ഞാനിപ്പോൾ ഒരു ഡോക്ടറായി, ഇവിടുത്തെ പ്രധാന ഡോക്ടർ ഞാനാണ്. അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ഈ പണം, ഞാൻ കൊടുത്ത പണം ഒരു ഗ്ലാസ് പാലിന് തികയില്ല. എൻ്റെ ജീവനെ രക്ഷിച്ച ആ ഒരു ഗ്ലാസ് പാല്. എനിക്ക് അച്ഛനും അമ്മയുമില്ല. അമ്മയ്ക്ക് എന്താകും? അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ പപ്പയും അമ്മയും അമ്മയാണ്. എന്തെങ്കിലും ആവശ്യമാണ് ഞാൻ ഈ കഥകൾ തുറന്ന് വെച്ചിട്ടുണ്ട്. അമ്മ വരണം. ഞാൻ അമ്മയെ നോക്കിയിരിക്കും. അവരുടെ ദേഷ്യമെല്ലാം പോയി. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഇറ്റിട്ടിരിക്കുന്നു. ഒരു ഗ്ലാസ് പാല് അതൊരു ജീവനെ രക്ഷിക്കുന്ന അനുഭവത്തിലെത്തി. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതല്ല, ദൈവം നമുക്ക് എത്രയോ മടങ്ങായിട്ട് ദൈവം നമുക്ക് തരും. കുട്ടി ഇതാ കരയുന്നു, അവർക്ക് അതിനോട് അരിവ് തോന്നി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Oh